Dear students, welcome to social science class. Okay, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി അല്ല കൃത്യമായിട്ട് എനിക്ക് അയച്ചു തന്നു. ഓക്കെ, വെരി ഗുഡ്, നല്ല കുട്ടികൾ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് ചോദിച്ചത്? സം ഓഫ് ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് ആണ്. എന്തിനെ കുറിച്ച്? ഇറ്റ്സ് അബൌട്ട് യുവർ ഫാമിലി, ഇറ്റ്സ് അബൌട്ട് യു അല്ലെ? നിങ്ങളെക്കുറിച്ചും നിങ്ങളെ ഫാമിലിയെ കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഫോർ വാട്ട് പർപ്പസ്? എന്തിന് വേണ്ടിയാണ് ഞാൻ അത് ചോദിച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടിയായിരിക്കും? ഐ വാണ്ട് ടു നോ ദ ഹിസ്റ്ററി ഓഫ് യുവർ ഫാമിലി. എനിക്കറിയണം എന്ത്? നിങ്ങളുടെ ഫാമിലിയുടെ ഹിസ്റ്ററി. അതിനു വേണ്ടിയാണ് ഞാൻ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചുള്ള ഒക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഒരു ഹിസ്റ്ററി, നിങ്ങളെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു, അതിൽ ആൻസർ എനിക്ക് കിട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് എ റോഡ് ടു ഹിസ്റ്ററി. എന്താണ്? എ റോഡ് ടു ഹിസ്റ്ററി, ചരിത്രത്തിലോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ഹിസ്റ്ററിയെ കുറിച്ചാണ്. നിങ്ങളൊക്കെ ഒരുപാട് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും, മദ്രസയിൽ നിന്നൊക്കെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നബിയുടെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ഇസ്ലാമിക് ഹിസ്റ്ററികൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ, സോഷ്യൽ സയൻസിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഏത്? എ റോഡ് ടു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്കൂളിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഈ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മളും ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വെർച്വൽ ക്ലാസ് ആണ്. ഓക്കെ, എന്നിരുന്നാലും നമ്മളും ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഏതാ ആ സ്കൂളിൻ്റെ പേര്? നമുക്കറിയാം അല്ലേ? നിബ്രാസ് സെക്കൻഡറി സ്കൂൾ. നിബ്രാസ് സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിലാണ്, ഒരു സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകുന്നതോട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നെയിം ഓഫ് ദി സ്കൂൾ. സ്കൂളിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത്? നിബ്രാസ് അല്ലെ? നിബ്രാസ് ആണ് ഇത്. ഓക്കെ, നിബ്രാസ് സെക്കൻഡറി സ്കൂൾ. ഓക്കെ, നിബ്രാസ് സെക്കൻഡറി സ്കൂൾ ആണ്, നമുക്ക് അറിയാം. നെയിം ഓഫ് ദി HM അല്ലെ? നിങ്ങൾക്ക് അറിയാം ആരാണ്? നൗഷാദ് സാറാണ്. അപ്പൊ നൗഷാദ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഏകദേശം എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും? ഒരു 1000 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലെ? 1000. ഓക്കെ, 1000 സ്റ്റുഡൻസ്. നമ്പർ ഓഫ് ടീച്ചേഴ്സ്, ഏകദേശം ഒരു 30 അല്ലെ? നമുക്ക് 30 എഴുതാം. നെയിം ഓഫ് ടീച്ചേഴ്സ് അല്ലെ? നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ അല്ലെ? സോഷ്യൽ സയൻസിന് ആക്കിഫ് മമ്മൂട്ടി എന്നും, അതുപോലെ മാത്സിന് ബൈജു മാഷ് എന്നും ഒക്കെ ഓരോ സബ്ജക്റ്റിനായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ടീച്ചേഴ്സിന്റെ പേരുകൾ നമുക്ക് എഴുതിയേക്കാം. പിന്നെ ലൈബ്രറി, നമുക്ക് ലൈബ്രറി ഉണ്ടോ? ഉണ്ട് അല്ലെ? ലൈബ്രറി ഉണ്ട്. നമുക്ക് അവൈലബിലിറ്റി ഓഫ് ലൈബ്രറി. ഓക്കെ, യെസ്. ദ ലബോറട്ടറി, ലബോറട്ടറി ഉണ്ടോ? നമ്മൾ ലബോറട്ടറി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും മുകളിലുണ്ട്. സയൻസ് ലാബ്, സയൻസ് ലാബ് ഉണ്ട്. ഓക്കെ, യെസ്, സയൻസ് ലാബ് നമുക്കുണ്ട്. ഏറ്റവും 3rd ഫ്ലോറിൽ സയൻസ് ലാബ് ഉണ്ട്. പിന്നെ പറയുന്നു കമ്പ്യൂട്ടർ ലാബ്. യെസ്, കമ്പ്യൂട്ടർ ലാബ് നമുക്കുണ്ട്. യെസ്, ഓക്കെ, ഇതും ഉണ്ട്, കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. ദ അവൈലബിലിറ്റി ഓഫ് പ്ലേ ഗ്രൗണ്ട്. യെസ് അല്ലെ? വലിയൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട്. അതുപോലെ അത് മാത്രമല്ല ഒരു പാർക്കും ഉണ്ട് അല്ലെ? ഓക്കെ, കിൻഡർ ഗാർഡൻ പാർക്കും ഉണ്ട്. നമുക്ക് എന്നിട്ട്
ഒരു പാർക്കും ഉണ്ട്. നമ്പർ ഓഫ് ബിൽഡിങ്സ്, there are 3 buildings in our school അല്ലേ. നമുക്ക് ഏകദേശം 3 ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഏകദേശം ഞാൻ ആൻസർ നൽകിയിട്ടുണ്ട് അല്ലേ. നെയിം ഓഫ് സ്കൂൾ, നെയിം ഓഫ് HM, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, number of teachers, name of teachers, the computer lab facilities, availability of playground, number of building അല്ലേ. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഏകദേശം ഞാൻ ആൻസർ നൽകി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കൂ. ദ ഡീറ്റെയിൽസ് ഓഫ് ദി പ്ലേസ് where the school is situated, details of the place അല്ലെ, ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ സ്കൂൾ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾ നിൽക്കുന്ന ആ പ്ലേസിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതണം. സ്കൂൾ എവിടെയുള്ളത് നമുക്കറിയാം, ആലിഞ്ചുവോട്, മൂന്നിയൂർ അല്ലെ. മൂന്നിയൂർ പഞ്ചായത്താണ്, അത് നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. ആലിഞ്ചുവോട്, ഓക്കെ, ആലിഞ്ചുവട് എഴുതി അല്ലെ. നമുക്കറിയാം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലാണോ നമ്മുടെ സ്കൂളുള്ളത്? പഞ്ചായത്തിലാണോ? പഞ്ചായത്തിന്റെ ഇതിലാണോ? അതെ, പഞ്ചായത്തിലാണ് അല്ലെ. നമുക്കറിയാം പഞ്ചായത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, മൂന്നിയൂരാണ് അല്ലെ. മൂന്നിയൂർ, ഓക്കെ, മൂന്നിയൂരാണ്. പിന്നെ ഉള്ള ക്വസ്റ്റ്യന് നമുക്ക് കുറച്ച് പാസ്റ്റ് ഡേറ്റകളാണ്. അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ല, കഴിഞ്ഞു പോയിട്ടുള്ള കുറച്ച് മുമ്പ് ഉള്ള ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളതാണ്. ഒന്ന് നോക്കൂ, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ടുള്ള വർഷം. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ടുള്ള വർഷം ഏതാണ്? പിന്നെ ഫോർമർ ടീച്ചർ, എന്താ ഫോർമർ പറഞ്ഞാൽ മുൻകാല, അല്ലെങ്കിൽ ഫോർമർ ടീച്ചർ, മുൻകാല ടീച്ചേഴ്സ്, അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ, അവിടെ നിന്ന് കഴിഞ്ഞു പോയ ടീച്ചേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് HM അല്ലെ, ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആരാണ്? പിന്നെ പറയുന്നു ബിൽഡിംഗ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ സ്കൂൾ ആരംഭിക്കുന്ന കാലത്ത് എത്ര ബിൽഡിംഗ് ഉണ്ടായിരുന്നു? പിന്നെ പറയുന്നു ലേറ്റർ ചേഞ്ചസ് അല്ലേ, പിന്നെ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്? ഓക്കെ, ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആരോടൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ. നമ്മുടെ സ്കൂളിനെ കുറിച്ചിട്ടുള്ള ഇതിന് മുമ്പുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ അറിയുന്നതാണ് അല്ലെ, നമുക്കിപ്പം ഉള്ള ഡേറ്റകളാണ്. പക്ഷെ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ആരോട് അന്വേഷിക്കാം അല്ലെ? ഈ ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ നമുക്ക് ആരോടൊക്കെ അന്വേഷിക്കാം? നമുക്ക് ആദ്യം നമ്മുടെ HMനോട് ചോദിക്കാം അല്ലെ, നൗഷാദ് സാറോട് ചോദിക്കാം. നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ടുള്ള വർഷം ഏതാണ്? അവിടുത്തെ ആദ്യത്തെ ടീച്ചേഴ്സ് ആരാണ്? ആദ്യത്തെ HM. ചിലപ്പോൾ നൗഷാദ് സാറിന് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ പഠിച്ചിട്ടുള്ള പഴയ സ്റ്റുഡൻസ് ഉണ്ടാവും, അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ മാനേജറോട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, അത് നമുക്ക് ചിലപ്പം അവിടെയുള്ള നമ്മുടെ സ്കൂളിൽ ഉണ്ടാവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഫലകങ്ങൾ, പ്ലാഗ് എന്ന് പറയും. ഓക്കെ, ആ പ്ലാഗിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും, ഇതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. അതേപോലെ നിങ്ങൾ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ യൂണിഫോമിൽ ഒരു എംബ്ലം ഉണ്ട് അല്ലേ, കീശേന്റെ ഭാഗത്താണ് തോന്നുന്നുണ്ട് എംബ്ലം അല്ലേ. ആ എംബ്ലത്തിലുണ്ട് എന്ത്? ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, സ്കൂൾ തുടങ്ങിയ വർഷം ഏതാന്നുള്ളത് നിങ്ങളുടെ ആ എംബ്ലത്തിലുണ്ട്. അതായത് യൂണിഫോമിന്റെ മുകളിലുള്ള എംബ്ലത്തിൽ എന്തുണ്ട്? ആ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു വർഷമുണ്ട്. ഓക്കെ, ഒരു 1946 അങ്ങനെ 46 അല്ല, 1994 ആണ് തോന്നുന്നു. 1994 ആണോ 93 ആണോ ഓർമ്മയില്ല. ഓക്കെ, പിന്നെ ആദ്യത്തെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സ്കൂളിലെ അവിടുത്തെ ഓഫീസിൽ പോയാൽ നമുക്ക് കിട്ടും. ആദ്യമൊക്കെ ഏതൊക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ആദ്യകാല ടീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഫസ്റ്റ് HMന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓഫീസിൽ പോയാലൊക്കെ കിട്ടും അല്ലെ. ബിൽഡിംഗ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, തുടങ്ങുന്ന കാലത്തുള്ള ബിൽഡിംഗ്, എത്ര ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ നമുക്ക് അവിടെയുള്ള മുതിർന്ന ആളുകളോട്, അതായത് ആ പരിസര പ്രദേശങ്ങളിലുള്ള മുതിർന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഒരു ഡീറ്റെയിൽസ് ആണ് ബിൽഡിംഗ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, പിന്നെ ലേറ്റർ ചേഞ്ചസ്, ഇതേപോലെ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളും ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ, നമ്മുടെ ലിബ്ര സ്കൂളിന്റെ എന്ത് കിട്ടി? ഹിസ്റ്ററി നമുക്ക് ലഭിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങൾ, ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ.
ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുള്ള ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻസും എഴുതിയതിനു ശേഷം നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്കൂളിനെ കുറിച്ചുള്ള ഡാറ്റകൾ, സ്കൂളിനെ കുറിച്ചുള്ള ഹിസ്റ്ററി നമുക്ക് മനസ്സിലായി അല്ലെ. സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നിബ്രാസ് സെക്കൻഡറി സ്കൂൾ 1900, ഞാൻ ഏകദേശമായിട്ടാണ് പറയുന്നത്, 1994 എന്ത് തുടങ്ങി. അവിടെ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ HM, ഫസ്റ്റ് HM ഹി വാസ് ദി ഇപ്പോൾ ഒരു മുഹമ്മദ് സർ, and the former teachers, the name of the teacher, it was the കുഞ്ഞിലക്ഷ്മിയോ അല്ലെങ്കിൽ സൈനബൻ, ആരൊക്കെ ഏതൊക്കെയോ ടീച്ചേഴ്സിൻ്റെ ഒക്കെ പേര് നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ at the time of the establishment, the number of the building, it was only one building, the central building, it was the only building, the office building. Okay, and the later changes in 2000 it inaugurated some computer lab facilities, and 2005 we are inaugurated the playgrounds. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. And the place now the school is situated in the Munir Panchayat and the Linjuwat. ഓക്കെ, ഇതൊക്കെ എഴുതിയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്കൂളിനെ കുറിച്ച് നമുക്കൊരു ബുക്ക് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ സ്കൂളിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ. നിങ്ങളല്ല കണ്ടെത്തിയത്, ഞാനാണ് കണ്ടെത്തിയത്. അത് മുഴുവൻ ഞാൻ എഴുതിയത് ഞാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് അറിഞ്ഞതുപോലെ, ഞാൻ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചറിഞ്ഞതുപോലെ നമ്മളിപ്പോൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടെത്തി? സ്കൂളിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ള എത്രയും നേരം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്, ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ച് നിൽക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ആണ്. വാട്ട് ഈസ് ഹിസ്റ്ററി? വാട്ട് ഈസ് ഹിസ്റ്ററി? എന്താണ് ഹിസ്റ്ററി? നമുക്കതിന്റെ മലയാളം അറിയാം. എന്താണ്? ചരിത്രം എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി പറഞ്ഞു എന്താണ് ഹിസ്റ്ററി എന്നുള്ളത്. ഇപ്പൊ കുറെ ആൾക്കാർ കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു പോലെ. ഓക്കെ, ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനെ കുറിച്ചുള്ള പഠനം? പാസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ചുള്ള, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ്. എന്താ റെക്കോർഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൊബൈലൊക്കെ ചെയ്യാറുണ്ട് റെക്കോർഡ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അത് രേഖപ്പെടുത്തി വെക്കുക, അതാണ് റെക്കോർഡ് ചെയ്യുക അല്ലേ. അതേ മീൻ തന്നെയാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തി വെക്കുക. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ്, എന്ത് രേഖപ്പെടുത്തി വെക്കലാണ് ഓഫ് ദ പ്രോഗ്രസ്. എന്താ പ്രോഗ്രസ് കാർഡ്? നമുക്കറിയാം പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുരോഗതികളുള്ള ഒരു കാർഡാണ് അല്ലേ. നമ്മൾ ഓരോ ഓരോ ടേമിലും നമ്മൾ എക്സാം എഴുതിയതിൻ്റെ ഒക്കെ മാർക്ക് പ്രോഗ്രസ് കാർഡിൽ ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഇത് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതിയാണ്. ഓക്കെ, റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ്. അപ്പൊ പുരോഗതി രേഖപ്പെടുത്തി വെക്കലാണ്. ആരുടെ പുരോഗതി? ദാറ്റ് ഹ്യൂമൺ, മനുഷ്യന്റെ പുരോഗതി രേഖപ്പെടുത്തി വെക്കുന്ന എന്താണ്? ബീങ് അക്യോർഡ് ഡൗൺ ദി ഏജസ്. ഓക്കെ, ഇവിടെ പറയുന്നു ഏജസ് എന്ന് പറഞ്ഞാൽ കാലഘട്ടമാണ്. ഓക്കെ, വയസ്സല്ല, എന്ത്? കാലഘട്ടം. ഓക്കെ, കാലഘട്ടങ്ങളാണ് എന്ത്? ഓക്കെ, കാലഘട്ടങ്ങൾ. ഓക്കെ, അക്യോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യോർഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ ആർജിക്കുക. ഓക്കെ, അതാണ് എന്ത്? അക്യോർഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് ഒന്നും കൂടി നോക്കാം. എന്താണ് ഹിസ്റ്ററി? ചരിത്രം എന്നാൽ ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ്. അതായത് പുരോഗതി രേഖപ്പെടുത്തി വെക്കലാണ്. ആരുടെ പുരോഗതി? ദാറ്റ് ഹ്യൂമൺ, മനുഷ്യന്റെ പുരോഗതി രേഖപ്പെടുത്തി വെക്കലാണ് ബീങ് അക്യോർഡ്. മനുഷ്യര് ആർജിച്ച് എടുത്തിട്ടുള്ള ഡൗൺ ദി ഏജസ്, കാലഘട്ടങ്ങളായിട്ട് മനുഷ്യര് ആർജിച്ച്
എടുത്തിട്ടുള്ള അവരുടെ പുരോഗതികൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹിസ്റ്ററി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ ഓരോ കാലഘട്ടങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇങ്ങനെ പുരോഗമിച്ച് ഇങ്ങനെ വരികയാണ് അല്ലേ. ആ പുരോഗമിച്ച് വരുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക, രേഖപ്പെടുത്തി വെക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഡെഫിനിഷൻ ഒന്നും കേട്ട് നട്ടാൻ നിൽക്കണ്ട. ഓക്കെ, സിമ്പിളാണ്. ഹിസ്റ്ററി ഇറ്റ് ഈസ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രേഖപ്പെടുത്തി വെക്കുക. എന്താണ് രേഖപ്പെടുത്തി വെക്കുന്നത്? പ്രോഗ്രസ് ആണ് അല്ലെ, പുരോഗതിയാണ്. ആരുടെ പുരോഗതിയാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്? ദാറ്റ് ഹ്യൂമൻ, മനുഷ്യന്റെ പുരോഗതിയാണ്. മനുഷ്യന്റെ പുരോഗതി എവിടുത്തെ പുരോഗതിയാണ്? ബീങ് അക്വേർഡ് ഡൗൺ ദ ഏജസ്, കാലഘട്ടങ്ങളായിട്ട് ഓരോ കാലഘട്ടങ്ങളായിട്ട് അക്വയർ ചെയ്തിട്ടുള്ള, അതായത് ആർജിച്ചെടുത്തിട്ടുള്ള പുരോഗതി രേഖപ്പെടുത്തി വെക്കലാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ മനുഷ്യര് ഓരോ കാലഘട്ടങ്ങളായിട്ട് ഇങ്ങനെ പുരോഗമിച്ച് വരുന്നുണ്ട്. അതിങ്ങനെ രേഖപ്പെടുത്തി വെക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററിന്റെ ഇപ്പൊ നമ്മൾ 2 ഡെഫിനിഷൻ പഠിച്ചു. ഒന്ന്, ഇതാണ് ഒരു ഡെഫിനിഷൻ. എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് പഠിക്കുക. ചരിത്രത്തിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇതാണ് അല്ലെ, 2 ഡെഫിനിഷൻ. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് അക്വേർഡ് ഡൗൺ ദി ഏജസ് അല്ലെ, കാലഘട്ടങ്ങളായിട്ട് മനുഷ്യര് കൈവരിച്ചിട്ടുള്ള, ആർജിച്ചിട്ടുള്ള പുരോഗതികൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് അതൊരു ഹിസ്റ്ററി കാർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഓരോ ടേമിലും അല്ലെ, ഓരോ കാലത്തും അല്ലെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, തേർഡ് സ്റ്റാൻഡേർഡിൽ, ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഒക്കെ നിങ്ങളെ മാർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും പ്രോഗ്രസ് കാർഡിൽ അല്ലെ. നമുക്കത് നോക്കിയാൽ ഈ കുട്ടി ഇങ്ങനെയാണ്, ആ കുട്ടിയുടെ പഠന നിലവാരം ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ പാസ്റ്റ് ആണ് അല്ലെ, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ഈ കുട്ടി 3-ാം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു അല്ലെ, നമുക്കൊരു ക്ലാസ്സിൽ ഏറ്റവും വികൃതിയുള്ള കുട്ടിയാണ് ഷെയ്മ. അപ്പൊ ഷെയ്മ എന്താണ്, അവള് 3-ാം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ഉള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് അവളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് അവളുടെ 3-ാം ക്ലാസ്സിന്റെ പ്രോഗ്രസ് കാർഡ് എടുക്കുന്നു ഞാൻ. അപ്പൊ നോക്കിയപ്പോ മാർക്ക് തീരെ ഇല്ല. അപ്പൊ ഞാൻ എടുക്കുന്നു, മാർക്ക് ഇല്ലല്ലോ, ഇവള് 3-ാം ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു, തീരെ പഠിക്കാത്ത കുട്ടിയായിരുന്നു എന്നുള്ളത് എനിക്ക് വേഗം മനസ്സിലാവും അല്ലെ. അപ്പൊ അതാണ് എന്തിന്റെ മെച്ചം, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാലുള്ള മെച്ചം. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഈ 2 ഡെഫിനിഷൻ പ്രധാനമായിട്ടും നിങ്ങൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ഒന്ന്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ്. മറ്റൊന്ന്, ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്വേർഡ് ഡൗൺ ദി ഏജസ്. ഓരോ കാലഘട്ടങ്ങളായിട്ട് മനുഷ്യർ കൈവരിച്ചിട്ടുള്ള പുരോഗതികൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കൂ അല്ലേ. ആദ്യകാല മനുഷ്യരുടെ ചിത്രങ്ങളാണ് ഈ നൽകിയിട്ടുള്ളത് അല്ലേ. പണ്ട് കാടുകളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് എങ്ങനെ ഈ ആദ്യകാല മനുഷ്യരുടെ ജീവിതങ്ങളെ കുറിച്ച്, ഇവരുടെ ഹിസ്റ്ററികളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് അല്ലെ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഹൗ വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. നമുക്ക് എങ്ങനെ ഏർലി ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യരെ കുറിച്ചിട്ടുള്ള, അവരുടെ മനുഷ്യ ജീവിതങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ആദ്യത്തെ കാലത്തിലെ, പണ്ട് കാലങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേയുള്ള മനുഷ്യർ, ആദ്യകാല മനുഷ്യർ, അവര് ഗുഹകളിലൊക്കെ താമസിച്ചിരുന്നു നമുക്കറിയാം
അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കാം? എന്ത് ഉറവിടമായിരിക്കും? അവരെഴുതി വെച്ചിട്ടുണ്ടായിരിക്കും? ഇല്ല, അന്ന് ആ ഒരു കാലത്ത് എന്തില്ല? ആർട്ട് ഓഫ് റൈറ്റിംഗ് അല്ലെ, എഴുത്തുവിദ്യ ഇല്ല. അവർക്ക് എഴുതാൻ അറിയില്ല. എഴുത്തുവിദ്യ, ലിപികളൊന്നുമില്ല, റൈറ്റേഴ്സ്, ലെറ്റേഴ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ അവരിങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അവർ ഗുഹകളിലായിരുന്നു ജീവിച്ചിരുന്നത്, അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ഓക്കെ, അത് നമുക്ക് എങ്ങനെ ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. കണ്ടോ, ഈ ചിത്രങ്ങള് ചില കേവ് പെയിന്റിങ്സ് ആണ്. എന്താ കേവ് എന്ന് പറഞ്ഞാല്? ഗുഹകള്, കേവ് ഓക്കെ, ഗുഹകളാണ്. അപ്പോൾ ഗുഹാ ചിത്രങ്ങളാണ്, കേവ് പെയിന്റിങ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഗുഹാ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യകാല മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേവ് പെയിന്റിങ്ങിലൂടെ, അല്ലേ? അപ്പൊ അവരൊക്കെ പണ്ട് കാലത്തെ ആളുകളൊക്കെ എന്താണ്, ഗുഹകളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ആ ചിത്രങ്ങൾ വരച്ചത് അവരുടെ ജീവിതത്തെ ആയിരുന്നു അവര് വരച്ചിരുന്നത്. അവര് വേട്ടയാടാൻ പോകും, ഹണ്ടിങ്ങിന്, അല്ലെ? നമുക്ക് വേട്ടയാടുക എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ങിന്. അവര് വേട്ടയാടാൻ പോകുമ്പോഴുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു. അവര് മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരച്ചിരുന്നു. അവര് നൃത്തം ചെയ്യുന്ന ചിത്രങ്ങൾ വരച്ചിരുന്നു, അല്ലെ? ഇതൊക്കെ അവര് ഗുഹകളിലെ ഉൾ അറകളിൽ വരച്ചിരുന്നു. അപ്പൊ നമുക്ക് ഈ ചിത്രങ്ങൾ കണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവർ ഇങ്ങനെയൊക്കെ ഈ ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഇങ്ങനെ കേവ് പെയിന്റിങ്ങിൽ നിന്ന് നമുക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് കിട്ടി. ഓക്കെ, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ സോഴ്സസ്. ഓക്കെ, ഇതൊരു ഉറവിടമാണ്. രണ്ട്, അവർ ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ, ഉപകരണങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യകാല മനുഷ്യൻ, ഏർലി ഹ്യൂമൻസ്, അവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? ഹൗ വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി ഏർലി ഹ്യൂമൻ ലൈഫ്, അല്ലെ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. എന്തായിരിക്കും അതിൻ്റെ സോഴ്സുകൾ, അല്ലെ? അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഗുഹകളുടെ ചിത്രങ്ങൾ, ഗുഹാ ചിത്രങ്ങൾ, അതായത് ഗുഹക്ക് ഉള്ളിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ, കേവ് പെയിന്റിങ്സ്. ആ പെയിന്റിങ്സ് നമുക്ക് കണ്ടാൽ അവരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ആ ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലെ? അതേപോലെ അവർ ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ, അവർ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, കല്ലിൻ്റെ ആയുധങ്ങൾ, ഇതൊക്കെ കണ്ടാൽ അവർ ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ചോദിക്കുന്നു വാട്ട് സോഴ്സസ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സോഴ്സസ്, എന്താണ് ഉറവിടങ്ങൾ? സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറവിടങ്ങൾ. എന്താണ് ഉറവിടങ്ങൾ? ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ ഔട്ട് ഇൻഫർമേഷൻ ഓൺ ഹ്യൂമൻ ലൈഫ് that existed before the beginning of the art of writing, അല്ലെ? ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുത്തുവിദ്യ, നമുക്ക് എഴുതാൻ അറിയുന്ന വിദ്യ. അപ്പൊ എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെ? അതിന്റെ ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, അല്ലെ? എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച്, ഹ്യൂമൻ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? വാട്ട് സോഴ്സസ്, എന്ത് ഉറവിടങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് സോഴ്സസ്, എന്ത് ഉറവിടങ്ങളാണ്, ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ ഔട്ട് ഇൻഫർമേഷൻ, നമുക്ക് ഏർലി ഹ്യൂമൻസിന്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്? അല്ലെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ്. ഒന്ന് കേവ് പെയിന്റിങ്സ്, ഗുഹാചിത്രങ്ങൾ, അല്ലെ? ഗുഹക്ക് ഉള്ളിൽ വരച്ചിട്ടുള്ള, ഏർലി ഹ്യൂമൻസ് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ. പിന്നെ മറ്റൊന്ന് പറയുന്നു ദ സ്റ്റോൺ ടൂൾസ് യൂസ്ഡ് ബൈ ദ ഏർലി ഹ്യൂമൻസ്, ആദ്യകാല മനുഷ്യർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോൺ ടൂൾസ്, അല്ലെ? സ്റ്റോണിന്റെ ഉപകരണങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് നൽകുന്ന സോഴ്സുകൾ, അല്ലെ? ഇത് രണ്ടുമാണ് സോഴ്സ്, ദ സോഴ്സസ് ഓഫ് ദി ഏർലി ഹ്യൂമൻസ് that existed in the beginning, before the beginning of art of writing എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി പറയുന്നു, നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കാൻ പോകുന്നു, പ്രീ ഹിസ്റ്റോറിക് പീരീഡ്.
അല്ലെ? നമ്മൾ കാലഘട്ടങ്ങളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതും കൂടി ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, കാലഘട്ടങ്ങളെ, ഈ പീരീഡിനെ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, മറ്റൊന്ന് ഹിസ്റ്റോറിക് പീരീഡ്. ഓക്കെ, ഇവിടെ നോക്കാം. ഹിസ്റ്ററിയെ, ചരിത്രത്തെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു കാലഘട്ടങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്, മറ്റൊന്ന് ഹിസ്റ്റോറിക് പീരീഡും. അല്ലെ? എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അല്ലെ? നമ്മൾ പറഞ്ഞു ആർട്ട് ഓഫ് റൈറ്റിംഗ്. എന്താ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല്? എഴുത്തുവിദ്യ. അല്ലെ? എഴുത്തുവിദ്യയാണ് എന്ത്? ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എഴുത്തുള്ളത് കാലഘട്ടം. എന്നാൽ ഇത് എഴുത്തുള്ള കാലഘട്ടമാണോ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? അല്ല, ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. അല്ലെ? എഴുത്തുവിദ്യ കണ്ടെത്തുന്നതിന് മുൻപേ ഉള്ള, അതായത് എഴുതാനൊന്നും അറിയാത്തതിന് മുമ്പേ ഉള്ള ഒരു കാലഘട്ടമാണ് എന്ത്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയാത്തതിന് മുമ്പേ ഉള്ള ഒരു കാലഘട്ടം. ഓക്കെ, ആ ഒരു കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ. എന്താ ഫോർമേഷൻ എന്ന് പറയുന്നത്? രൂപപ്പെടുക അല്ലെങ്കിൽ ഉണ്ടാക്കുക ഒക്കെ പറയും. ഓക്കെ, ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ കണ്ടെത്തുന്നതിന് മുമ്പെയുള്ള ഒരു കാലഘട്ടമാണ്, പീരീഡാണ് ഏത്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്കത് കിട്ടും. എന്താണ് ഹിസ്റ്റോറിക് പീരീഡ്? ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, ദ പീരീഡ് ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക് പീരീഡ്. അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വെച്ചാൽ? പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ കണ്ടെത്തുന്നതിന് മുമ്പെയുള്ള ഒരു കാലത്തെയാണ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ?